നമസ്കാരം. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഭക്ഷ്യമേശയിലെ യുദ്ധ സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങാവുന്നതാണ്. ഈ മാസം 4-ാം തീയതി, അതായത് ശനിയാഴ്ച മുതൽ നിങ്ങൾക്ക് 2 മാസത്തെ റേഷൻ ഒന്നിച്ച് വാങ്ങാവുന്നതാണ്. 2 മാസത്തെ വിഹിതമായി 10 കിലോ അരി ഒരുമിച്ച് വാങ്ങാം. നീലക്കാർഡിന് 2 മാസത്തെ വിഹിതത്തിന് പുറമെ 5 കിലോ അരി കൂടുതലായും ലഭിക്കും. മഞ്ഞക്കാർഡിന് അരി, ഗോതമ്പ്, ആട്ട എന്നിവയടക്കം 70 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 10 കിലോ അരി വീതം ലഭിക്കും. ഈ മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ 30 വരെ മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ. മെയ് മാസത്തെ വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മഞ്ഞക്കാർഡുകാർക്ക് ഏപ്രിൽ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ 30+30 അരിയും 4 കിലോ 2+2 ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 3 എന്ന രീതിയിൽ 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻവിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിലെ ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പ് കൂടി ലഭിക്കും. നീലക്കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ്യിലെ മുൻവിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി ആകെ 5 കിലോ അരി 10 രൂപ 90 പൈസ എന്ന നിരക്കിൽ ലഭിക്കും. അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻവിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരി, കൂടാതെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് 10 കിലോ അരി ലഭിക്കുക. അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിലെ 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. ക്ഷേമസ്ഥാപന അന്തേവാസികൾക്കുള്ള കാർഡിൽ ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻവിഹിതവും ചേർത്ത് ആകെ 4 കിലോ അരി ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിലാണ് 4 കിലോ അരി ലഭിക്കുക. അതത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് പരമാവധി 2 കിലോ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും.